അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവിലും കുറച്ച് കൂടുതൽ വെയിലുള്ള ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ പിന്നെ ഞാൻ കരുതി രാവിലെ തന്നെ അരിയൊക്കെ അങ്ങോട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ച്. നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, അതാണേ നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് അരിപ്പൊടിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് പത്തിരിയോ നൂലപ്പോ നെയ്പ്പത്തലോ എന്തെച്ചാൽ ഉണ്ടാക്കാമല്ലോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അരിയൊക്കെ ഇങ്ങനെ വെയിലത്ത് ഉണക്കാടുന്നത്. വീട്ടില് ഇമ്മച്ചി ആയാലും അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കൊടുന്ന വീട്ടില് എൻ്റെ മദറിലോ ആയാലും ഓലൊക്കെ ചെയ്യണത് കണ്ടിക്കണെന്നല്ലാണ്ട് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല കേട്ടോ. സ്വന്തമായിട്ട് കൂടും കുടുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ പഠിക്കണല്ലോ. 18 വയസ്സായില്ലേ, ഇനി ഇപ്പോഴല്ലാണ്ട് എപ്പോഴാണല്ലേ. നിങ്ങളൊക്കെ നോമ്പ് മണി എവിടെ എത്തിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ നോമ്പുമണി എന്നാ പറയാം, നനച്ചുളിപ്പണി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് അങ്ങനെ പറയലുണ്ട്, പക്ഷെ നമ്മൾ നോമ്പുമണി എന്നാ പറയല്. അതുപോട്ടെ, അതിന് എന്തോ ആവട്ടെ, നമ്മുടെ അകത്ത് അരി ഇടുകയാണെങ്കിൽ പോലും ഉണങ്ങി കിട്ടും കേട്ടോ. അതാണ് അവസ്ഥ. അത്രയും വെയിലാണ് ഇവിടെ. നമ്മൾ വീട് വെച്ചിട്ടുള്ളത് നല്ലൊരു കൊട്ടം പറമ്പിലാണ്. ചുരുക്കി പറഞ്ഞാൽ അരിയൊക്കെ ചിക്കി തീരുമ്പോഴേക്ക് നമ്മളും ആകെ മൊത്തം ഉണങ്ങി ഉണക്കൽ പരുവത്തിലായി പോകും കേട്ടോ. അത്രയും വെയിലാണ്. സാധാരണ വല്ല നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റാണ് ഇടുന്നത്. ഇന്നാലും ഇത് ഉണങ്ങി കിട്ടും. ബറാഅത്ത് രാവായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മധുരം ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ അരിയൊക്കെ കുതിർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കരച്ചോറിനോട് ആർക്കും ഇവിടെ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. മിറാജിൻ്റെ അന്നത്തെ വ്ളോഗിൽ കലത്തപ്പം റെസിപ്പി കാണിക്കാൻ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടീനു കേട്ടോ. ഞാൻ പറയലുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ കമൻസും എനിക്ക് ഭയങ്കര വാല്യൂബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഞാനിതിൽ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ച്. പച്ചരി നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തി സെറ്റാക്കി വെക്കുക. ശർക്കര നമ്മളവിടെ ഉരുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ കുതിർത്തി വെച്ച പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതാ ജാറിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ട്രിപ്പ് ആക്കിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മുടെ ജാറിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും. വെള്ളം ഓവർ ആവാൻ പാടില്ല. ഒരു പാകത്തെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കുക. ആദ്യമൊക്കെ ഞാൻ ശർക്കര പാനിയിലായിരുന്നു അരച്ചതിൻ്റെത്. പിന്നെയാണ് എനിക്കതിൻ്റെ കറക്റ്റ് റെസിപ്പി കിട്ടിയത്. അതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യലുള്ളൂ. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിയ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട് അരച്ചെടുക്കാൻ. നല്ലോണം പുതിർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊരു മീഡിയം വലുപ്പത്തിലുള്ള ജാറായതുകൊണ്ട് തന്നെ ഒരു 2-3 ട്രിപ്പ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കണേ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചു, സെക്കൻഡ് ട്രിപ്പ് അരച്ചു, തേർഡ് ട്രിപ്പിൽ നമ്മൾ കുറച്ച് നമ്മളെ വേവിച്ച ചോറുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല, ജസ്റ്റ് ഒരു കോരിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ദെൻ ജാറിൽ പറ്റി പിടിച്ച മാവൊക്കെ തുടച്ച് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്നും കളയാൻ തോന്നൂല ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ. ചിലർക്ക് ഇതൊക്കെ ഭയങ്കര ഷെയ്മേഡായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ക്യാമറ ഓണാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കൂല. ഇനി ഒരല്പം ജീരകവും ഏലക്കായും കൂടെ കൂടിയിട്ട് ഒന്ന് എന്താ പറയുക, ഇങ്ങനെ കുത്തി എടുക്കൂലേ നമ്മുടെ കുത്തമ്മയിൽ, പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ നമുക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക, ആ മധുരമൊക്കെ ഒന്ന് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി നല്ലോണം അരിച്ചെന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 തവണ ആയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ആകെ കട്ട പിടിക്കും. കൈയെടുക്കാണ്ട് ഇളക്കും വേണമല്ലോ. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതാണ് കൈയെടുക്കാണ്ട് ഇളക്കന്നെ വേണമെന്ന് പറയുന്നത്. തണുത്താറിക്കഴിഞ്ഞാൽ കുറച്ച് മാവ് പൊങ്ങി വരാനൊക്കെ ഇച്ചിരി സമയം കൂടുതലെടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്നുണ്ട്, നമുക്ക് അപ്പക്കപ്പൾ തന്നെ എടുത്തിട്ട് ചുടുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല, കാരണം നമ്മൾ രാവിലെ തന്നെ മാവ് കൂട്ടി വയ്ക്കണുണ്ട്. വൈകുന്നേരമാണ് കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കൊക്കെ പൊങ്ങി സെറ്റാവാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടിയാണ് കേട്ടോ. അതായത് റമളാനിലോട്ട് ഇട്ട് വെച്ചിട്ടുള്ള അച്ചാറാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ അത്താഴം ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് എരുമ്പുളിയൊക്കെ വേണമല്ലോ, അപ്പോൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അച്ചാർ എപ്പോഴും പൊട്ടണ കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലൊക്കെയാണ് ഇടേണ്ടത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ആ സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തൽക്കാലം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നോമ്പങ്ങൾക്കുള്ള നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്, നമ്മൾ രാവിലെ മാവ് കൂട്ടി വെച്ചിട്ടുള്ള
കലത്തപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കണത് കേട്ടോ. എപ്പോഴും നമ്മൾ ചോറും കൂട്ടാൻ ഉണ്ടാക്കണതല്ലേ കാണല്. അപ്പോൾ തൽക്കാലം അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഓയിലിൽ. നല്ലോണം ഓയിൽ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് പൊങ്ങി വരുമ്പോൾ ആ സൈഡിലോട്ടൊക്കെ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2.5 നാഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കുക്കറിന് ഒരല്പം വലുപ്പം കൂടുതലുണ്ട്. അപ്പോൾ 2 അപ്പം ആക്കണത്. ദെൻ കുക്കറിൻ്റെ വിസിലൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എയർ പൊങ്ങി വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ചെറുതായിട്ട് എയർ വരുന്ന സമയത്ത് നമ്മൾ സിമ്മിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുവരെ ഹൈ ഫ്ലെയിമിലാണല്ലോ, ഇനി സിമ്മിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തുറന്ന് നോക്കുകയാണേ. അതായത് ആയിട്ടുണ്ടാവില്ല എന്നറിയാം. പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. ടോട്ടൽ 10 മിനിറ്റ് വേണം കേട്ടോ. സിമ്മ് തന്നെയാണ് ഇത് കിടക്കുന്നത് ഇപ്പോഴും. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പടക്കോലുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടൊന്നിങ്ങനെ കുത്തി നോക്കുകയാണ്, അതിൻ്റെ ഉള്ളൊക്കെ വെന്തിക്കണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കേക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂലേ, അതുപോലെ. അങ്ങനെ ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലോണം വിട്ട് കിട്ടും, കുക്കറിൽ നിന്ന് തന്നെ വിട്ടു പോരും. ആ സമയത്ത് നമ്മളിതെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവ് പൊങ്ങി വരുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല അത് കാണുമ്പോൾ. അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം അകവും പുറവൊക്കെ നല്ലോണം മൊരിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു പ്രൗഡ് മൊമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ ഉണ്ടാക്കിയതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് 2ാമത്തെ കലത്തപ്പം കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള മാവ് നമ്മൾ അതും കൂടെ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കണുണ്ട്. അപ്പോഴേക്ക് ഇത് ഏകദേശമൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നല്ലോണം ചൂടാറിയാലേ നമുക്ക് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല കേക്ക് പരുവത്തിൽ ഞാൻ നല്ല ത്രികോണ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ആരെടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വലിയ പീസ് കലത്തപ്പാണ് കേട്ടോ. അതായത് നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള കലത്തപ്പാണ്. നമ്മൾ 2 അപ്പാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളത് നല്ല കട്ടിയിലും കനത്തിലുമാണ്. ആരെടുത്ത് കുട്ടപ്പനായത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് തറവാട്ടിലോട്ട് കൊടുക്കുകയും വേണം. അങ്ങനെ നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് കലത്തപ്പം നമുക്കും എടുത്തു. പിന്നെ 2ാമത്തേത് വേറെ പാത്രത്തിലോട്ടും ആക്കിയിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. അത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബറാഅത്ത് സ്പെഷ്യൽ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തുണ്ടാക്കിയതെന്നൊന്ന് പറയട്ടോ. സംഭവം ബറാഅത്തൊക്കെ കഴിഞ്ഞിട്ട് ആഴ്ച 1 എന്നാലും അങ്ങനെയല്ലല്ലോ, എന്തുണ്ടാക്കിയതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഉണക്കിയ അരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ച് കൊടുന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോമ്പുങ്ങൾക്കുള്ള അരിപ്പൊടിയൊക്കെ ഇവിടെ റെഡിയായേ. നോമ്പിന് നമ്മൾ പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വല്ലാണ്ട് ഉണ്ടാക്കൂല, അധികവും റൈസ് ഐറ്റംസ് ആണ് ഉണ്ടാക്കൽ കേട്ടോ. എന്നാലും നമ്മൾ പൊടിച്ച് വെച്ച് കാണുമ്പോൾ ഒരു സമാധാനമാണ്, അത് വേറെ വിഷയം. സോ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി അതൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതുപോലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ സബ് ചെയ്ത് സെറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കും.